ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം വിവാദങ്ങൾക്കിടെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി കൊല്ലത്ത് നിർവഹിക്കും. രാജ്കുമാർ ആ വേദിയിൽ നിന്നും രാജ്കുമാർ എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക? അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങളും അവിടെ നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രദീപ്, ഇന്ന് രാവിലെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസ് KSU പ്രവർത്തകർ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്താൻ ശ്രമിച്ചിരുന്നു. ഇവരെ പലരെയും ഏതാണ്ട് 50ഓളം പേരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കരുതൽ തടങ്കിൽ വെച്ചിരിക്കുകയാണ്. ഇനി പ്രധാനമന്ത്രി കൊല്ലത്തെത്തി പരിപാടി കഴിഞ്ഞ് മടങ്ങിയ ശേഷം മാത്രമേ ഇവരെ പുറത്തുവിടൂ എന്നുള്ളതാണ്. പലരെയും ജാമ്യം ഇല്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് തന്നെ വേറൊരു പ്രതിഷേധമായി മാറിയിട്ടുണ്ട്. ഒപ്പം കൊല്ലം DCC ഓഫീസിന് മുന്നിൽ വെച്ച് കരിങ്കുടി പ്രയോഗത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അല്പം മുമ്പ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ശരി തന്നെ ഒരു നിറം മങ്ങിയ ഒരു കാഴ്ചയിലേക്കാണ് SNDP യോഗത്തിന്റെ ഈ പ്രതിമ അനാച്ഛാദന ചടങ്ങ് പോയിരിക്കുന്നത്. ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. അവരുടെ ബഹിഷ്കരണത്തിന് പുറമെ SNDP യോഗത്തിന്റെ കൊല്ലം യൂണിയൻ പ്രസിഡന്റും ഒപ്പം മഹാനായ ആർ ശങ്കറിന്റെ മകനും മോഹൻ ശങ്കർ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങായി ഇത് മാറുന്നത്. ഇത് പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് ജനപ്രതിനിധികൾ വിട്ടുനിൽക്കുന്നു. ഇതിന്റെ കൂടി ഭാഗമായിട്ടുള്ള സൗദസംഘ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള മോഹൻ ശങ്കറും ആർ ശങ്കറിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം എല്ലാവരും ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. ആർ ശങ്കറിനെ RSSകാരനാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. ഇന്ന് രാവിലെ പീപ്പിൾ TVയോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ജന്മഭൂമി പത്രത്തിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ച പത്രത്തിൽ ആർ ശങ്കർ RSSകാരനായിരുന്നു എന്ന നിലയിലുള്ള ഒരു ആർട്ടിക്കിൾ, ആ ലേഖനമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ആർ ശങ്കറിന്റെ കുടുംബം മുഴുവനും ഇതിന്റെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് പ്രതികരിച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം പറയാൻ തയ്യാറായില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഇതിൽ മോഹൻ ശങ്കറുമായി താനുമായി തെറ്റിക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം വിലപ്പോവില്ല. ഒരു കാരണവശാലും ഞങ്ങൾ തമ്മിൽ തെറ്റിന്റെ പ്രശ്നമേയില്ല. ഞങ്ങൾ തമ്മിൽ നല്ല ഹൃദയബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്തു തന്നെയാണെങ്കിലും LDFന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും നേതാക്കന്മാരെ മുഴുവനും എന്തും പറയാൻ ലൈസൻസ് ഉള്ള വെള്ളാപ്പള്ളിക്ക് പക്ഷേ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ നടപടിയെക്കുറിച്ച് BJP നേതൃത്വം ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ചോ BJP നേതാക്കന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഓഫീസിനെതിരെ ഒന്നും പ്രതികരിക്കാതെ സംഘപരിവാറിന്റെ അടിമയായി പോയതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ പ്രകടമാകുന്നത്. ഇത്തരത്തിൽ ആർ ശങ്കറിന്റെ കുടുംബം തന്നെ വലിയ തോതിൽ പ്രതിഷേധിക്കുമ്പോൾ SNDP അവരുടെ സ്വകാര്യ ചടങ്ങെന്നാണ് ചടങ്ങിനെ വിശേഷിപ്പിക്കുന്നതും. SNDPയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ അത് ഏതു തരത്തിലാണ്, എത്രമാത്രം ശക്തമാണ് രാജ്കുമാർ? പ്രദീപ്, നമ്മൾ ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ളവരുടെ ഒരു പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 50% ഇതിൽ വേദിയിൽ എത്തിയിരിക്കുന്നത് BJP RSS പ്രവർത്തകരാണ്. ഇന്നലെ രാത്രി തന്നെ 1500ഓളം RSS പ്രവർത്തകരെ പ്രതിരോധിക്കാൻ മാത്രമായി സംഘപരിവാർ ശക്തികൾ നിയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രതിഷേധമുണ്ടായാൽ നേരിടാൻ വേണ്ടി. നമ്മളിപ്പോൾ ഈ വേദിയിൽ ഉള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ SNDP യോഗം പ്രവർത്തകർക്ക് ഏതാണ്ട് നല്ല ശതമാനം ആൾക്കാർക്ക് പാസ് ലഭിച്ചിരുന്നില്ല. കിട്ടിയിരിക്കുന്നത് മുഴുവനും BJPയുടെയും RSS പ്രവർത്തകർക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും SNDP ശാഖാ പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ പലരും വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി സമത്വ മുന്നേറ്റ യാത്ര വന്നപ്പോൾ അതിൽ പങ്കെടുക്കാതെ മോഹൻ ശങ്കർ തന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തിരുന്നു. മോഹൻ ശങ്കറിന്റെ തന്നെ ഇന്ന് പത്രങ്ങളിൽ വന്ന ലേഖനത്തിലും ഉൾപ്പെടെ പറയുന്നത് ഒരു കാരണവശാലും ആർ ശങ്കറിനെ ഒരു സംഘപരിവാറിലേക്ക് കൊണ്ട് കെട്ടിച്ചുകൊണ്ട് അതിന്റെ പേരിൽ RSSന് ഒരു പൈതൃകം നേടിക്കൊടുക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ആർ ശങ്കർ കോൺഗ്രസ് നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, സമുദായ നേതാവാണ്. ഉൽപ്പന്ന പിരിവിലൂടെയാണ് SNDPയുടെ SN ട്രസ്റ്റിന്റെയും കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിച്ചത്. ആ ഒരു മാതൃകയല്ല ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നതെന്ന് പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. മുൻ മന്ത്രി CV പത്മരാജൻ, അതുപോലെ തന്നെ CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവരൊക്കെ ഈ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. രാജ്കുമാർ, ഇത്തരത്തിൽ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി എപ്പോഴവിടെ എത്തിച്ചേരും? അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലും ഇപ്പോഴുള്ള ആവേശം അത് ഏതു തരത്തിലാണ്? ഈ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ വലിയ ഒരു ആരവം ഉയരുന്നുണ്ട്. പ്രവർത്തകർ മുഴുവനും സ്വീകരിക്കാനായി ആശാവരത്തോടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഹെലികോപ്റ്റർ ആശ്രാമം മൈതാനത്ത് പറന്നിറങ്ങും. അവിടെ കൊല്ലം മേയർ
അഡ്വക്കേറ്റ് വി രാജേന്ദ്ര ബാബു കൊല്ലം നഗരപിതാവ് എന്ന നിലയിൽ ആ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കും. ജില്ലാ കളക്ടർ ഷൈമ മോളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. സുവർണകുമാർ, ജനറൽ കൺവീനർ സുവർണകുമാറും ഒക്കെ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കും. അതേസമയം ചടങ്ങ് ഇവിടെ ഈ എസ് എൻ കോളേജ് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന വേദിയിൽ അദ്ദേഹം ഏകദേശം 3/4 മണിക്കൂർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിന് സമയക്രമം ഇങ്ങനെയാണ്. 33 മിനിറ്റോളം പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷം അതിൽ 5 മിനിറ്റ് വെള്ളാപ്പള്ളിക്കും 3 മിനിറ്റ് സ്വാഗത പ്രസംഗത്തിനും 2 മിനിറ്റ് നന്ദി പ്രകാശിപ്പിക്കുന്നതിനുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം ശിവഗിരി മഠത്തിലേക്ക് പോവുക. ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ ചടങ്ങിനെത്തുമ്പോൾ തന്നെ ആർ ശങ്കറിന്റെ കുടുംബത്തിന്റെ പ്രതിഷേധം, SNDP ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധം ഒക്കെ നിൽക്കുമ്പോൾ വേദി പങ്കിടുക ഏതൊക്കെ നേതാക്കളായിരിക്കും? വേദിയിൽ പുറമേ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ മാത്രമാണ് ഒരു നേതാവെന്ന നിലയിൽ വേദിയിൽ ഉണ്ടാവുക. വെള്ളാപ്പള്ളി നടേശൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി, ഒപ്പം വി മുരളീധരൻ, നന്ദി പ്രകാശിപ്പിക്കുന്ന ശശികുമാർ എന്നിവർ മാത്രമേ ഉണ്ടാകൂ. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത് വി മുരളീധരൻ ആയിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദിയിൽ ഇടം നൽകിയിട്ടുള്ളത്. മറ്റ് നേതാക്കന്മാരൊന്നും മുഴുവനില്ല. രാജ്കുമാർ, അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രസക്തിയും അതോടൊപ്പം വിവാദവുമായിരുന്നു അതിന്റെ ശിലാഫലകം അടക്കമുള്ളവ മാറ്റുക, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അദ്ദേഹത്തെ മാറ്റി നിർത്തുക തുടങ്ങിയ തലങ്ങളിലൊക്കെ വലിയ തോതിൽ വിവാദവും നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇത്രയും ആൾക്കാർ അവിടെ കൂടുക, പ്രധാനമന്ത്രി പങ്കെടുക്കുക, അല്പസമയത്തിനകം അനാച്ഛാദന ചടങ്ങുകൾ നടക്കുക. ശിലാഫലകത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന വിവാദങ്ങളൊക്കെ മറികടക്കുമ്പോൾ ആ വിവാദങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അനാച്ഛാദന ചടങ്ങുകൾ ഏതു തരത്തിലായിരിക്കും? ആ വിവാദങ്ങളും അതിന് പശ്ചാത്തലമാവുന്നുണ്ടോ? തീർച്ചയായും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിലൂടെ തന്നെ ആദ്യം ഇതിന്റെ യോഗം ഒരു വിവാദമായി. പിന്നീട് ഇപ്പോൾ മോഹൻ ശങ്കറിന്റെ ബഹിഷ്കരണവും അടുത്ത വിവാദത്തിലേക്ക് അത് പോയി. പിന്നെ ജനപ്രതിനിധികളായിട്ടുള്ള PK ഗുരുദാസൻ, NK പ്രേമചന്ദ്രൻ MP, അതുപോലെ കൊല്ലം മേയർ ഇവരും ബഹിഷ്കരിച്ചതോടെ മൊത്തത്തിൽ ഒരു ബഹിഷ്കരണ സമ്മേളനമായി ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് മാറുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം തയ്യാറാക്കിയിരുന്ന ശിലാഫലകത്തിൽ ഇതിൽ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആലേഖനം ചെയ്തിരുന്നു. പിന്നീട് പുതിയതായി സ്ഥാപിച്ചതിൽ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും പേരുകൾ മാത്രമാണ് കൊത്തിവെച്ചിട്ടുള്ളത്. അതിൽ തന്നെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ആദ്യം തയ്യാറാക്കിയിരുന്ന ശിലാഫലകം ഇപ്പോൾ SNDP യോഗ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടക്കുന്ന അതിന്റെ മുകളിലത്തെ നിലയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ആരും തന്നെ ഈ യോഗത്തിന് ഇല്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. PK ഗുരുദാസൻ MLA ഇല്ല. സ്ഥലം, ഈ കോളേജ് നിലനിൽക്കുന്ന സ്ഥലത്തെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇരുവിപുരം മണ്ഡലമാണ്. ഇവിടുത്തെ MLA അസീസിനെ ഈ ചടങ്ങിന് ക്ഷണിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം UDF പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ശരി തന്നെ ഈ ചടങ്ങിൽ ഈ ശിലാഫലകത്തിന്റെ അതിൽ നിന്ന് എടുത്തു മാറ്റി പുതിയത് സ്ഥാപിച്ചതും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതും എല്ലാ കാര്യങ്ങളും ഒരു വിവാദമുണ്ട്. പ്രദീപ് ഇപ്പോൾ ഇവിടെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ആശ്രാമം മൈതാനത്തേക്ക് പറന്നിറങ്ങിക്കഴിഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റിനകം വെച്ച് ഇവിടേക്ക് എത്തിച്ചേരും. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. റോഡുകളിലെ ഗതാഗത നിയന്ത്രണം ശക്തമാണ്. ഇത് കടന്നു പോകുന്ന വഴികളിൽ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പേ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ BJPയുടെ ആർപ്പുവിളി, BJPയുടെ മുദ്രാവാക്യം വിളി ഉയരുകയാണ്. ഇത്തരത്തിൽ ആവേശം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഏറ്റവും പുതുതായി BJPയുടെ ഉന്നത നേതാക്കൾ പറയുന്നത് നിർണായകമായ ചില രാഷ്ട്രീയ ചർച്ചകൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഈ വേദി കാരണമാകുമെന്നുള്ളതാണ്. കാരണം തീർത്തും സ്വകാര്യ ചടങ്ങെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJP കേന്ദ്രങ്ങളും പറയുന്നത്. ഇത്തരത്തിൽ BJPയുടെ ഉന്നത നേതാക്കൾ നൽകുന്ന സൂചന പോലെ രാഷ്ട്രീയപരമായ എന്തെങ്കിലും കൂടിക്കാഴ്ചകൾക്ക് അത് വളരെ ചുരുക്കം സമയത്തിനുള്ളിലാണെങ്കിലും എത്രമാത്രം സാധ്യതകളാണ്? നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? BJPയുമായി ആ പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല. നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരാനിരിക്കെ ഇതിൽ ഇന്ന് നരേന്ദ്രമോദിയും കുമ്മനം രാജശേഖരന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വെള്ളാപ്പള്ളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി നോക്കിയാണ്
കുമ്മനം രാജശേഖരനും വെള്ളാപ്പള്ളി നടേശനുമായുള്ള അടുപ്പം സമൂഹത്തിൽ വലിയ ഒരു ചർച്ചയാണ്. സംഘപരിവാർ ശക്തികളുമായി അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ശശികല ടീച്ചറിനെയും കുമ്മനം രാജശേഖരനെയും കൃത്യമായി തന്നെ BJP ദേശീയ നേതൃത്വം ഈ SNDP യൂണിയനെ അല്ലെങ്കിൽ SNDP യോഗത്തെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ BJPക്ക് ഒപ്പം നിർത്തുന്നതിനും പുതിയ ഒരു മൂന്നാം മുന്നണി തയ്യാറാക്കുന്നതിനും വേണ്ടിയുള്ള കോപ്പ് കൂട്ടുന്നതിന്റെ ഭാഗമായി സംഘപരിവാർ ശക്തികളിലേക്ക് കൊണ്ടുവരുന്നതിന് ഇവരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അതിൽപ്പെട്ട വ്യക്തി തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് BJPയുടെ വളർച്ചയ്ക്ക് അത് വളക്കൂറാകും, അത് ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും SNDP ഇതിൽ യോഗം ഇപ്പോൾ തീർത്തും വലിയ ഒരു വെട്ടിൽ വീണ ഒരു അവസ്ഥയിലാണ്. പല രണ്ട് മുന്നണിയിൽപ്പെട്ടവരെയും അതിൽ വെള്ളാപ്പള്ളിക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാക്കന്മാർ ഇപ്പോഴുമുണ്ട്. അവരെ മുഴുവനും ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിലാണ് അദ്ദേഹത്തിന് ഏറെ വിഷമമുള്ളത്. എന്നാൽ പുറത്ത് പറയാൻ കഴിയാത്ത നിലയിലാണ് വെള്ളാപ്പള്ളി. ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നസ്വരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് എന്നാണ് SNDP യോഗത്തിൽ നിന്നുള്ള അടുത്ത വൃത്തങ്ങൾ നൽകുന്ന നമുക്ക് ലഭിക്കുന്ന വിവരം. വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആർ ശങ്കർ പ്രതിമാ അനാച്ഛാദനം അല്പസമയത്തിനകം കൊല്ലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. അദ്ദേഹം ഇപ്പോൾ ആ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്കുമാർ കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, എപ്പോഴാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുക? അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ തരത്തിൽ? കൃത്യം അല്പസമയത്തിനകം ഏകദേശം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. 33 മിനിറ്റാണ് അദ്ദേഹം ഇവിടെ ഈ SNDP യോഗത്തിലെ ഈ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുക. ആദ്യം വെള്ളാപ്പള്ളി നടേശനാണ് അധ്യക്ഷനായിരിക്കുക. തുഷാർ വെള്ളാപ്പള്ളി സ്വാഗതം പറയും. അതിനുശേഷം ഏറ്റവും ഒടുവിൽ പ്രൊഫസർ ശശികുമാർ ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ക്രമീകരണം. ഇതിന് ശേഷം അതായത് ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹങ്ങൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ വാഹന വ്യൂഹങ്ങളും വരുന്നുണ്ട്. വലിയ കരഘോഷവും പ്രദീപ്. മറ്റ് നേതാക്കളുടെ സാന്നിധ്യം എങ്ങനെയാണ് അവിടെ രാജ്കുമാർ? BJP ഇതില് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നത് വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി, പ്രൊഫസർ ശശികുമാർ, അതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. ഇവരുടെ പേരുകൾ മാത്രം ഉള്ള സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റ് നേതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ആരെങ്കിലും ഇനി വേദിയിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പില്ല. എന്തായാലും അവിടെയുള്ള BJPയുടെ ഭാരത് മാതാ കി ജയ് എന്നുള്ള വലിയ മുദ്രാവാക്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുന്നിലുള്ള പൈലറ്റ് വാഹനങ്ങൾ ഒന്നൊന്നായി ഇതിനുള്ളിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹം എപ്പോഴാണ് സംസാരിക്കുക? അതോടൊപ്പം തന്നെ അനാച്ഛാദന ചടങ്ങുകൾ എപ്പോഴാണ്? ആദ്യം സ്വാഗത പ്രസംഗമായിരിക്കും. അധ്യക്ഷൻ ആദ്യം അധ്യക്ഷ പ്രസംഗം ഉണ്ടാവും. പിന്നെ സ്വാഗത പ്രസംഗം നടക്കും. അതിനുശേഷം അദ്ദേഹം ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചടങ്ങ് നടക്കുന്നതിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ്. യെസ്, ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങുകൾ കൊല്ലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിപാടി ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത്. പ്രധാനമന്ത്രി വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. വലിയ തോതിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനപ്രതിനിധികൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. BJP ആകട്ടെ തികച്ചും സ്വകാര്യ ചടങ്ങായാണ് ഈ ചടങ്ങിനെ കാണുന്നത്. ദൈവമേ കാത്തുകൊൾക്കങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാധിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിന സ്പന്ദമാ
beyond caste and religion. The sculpture of Sri R. Sankar unveiling today is a tribute to that great soul. And we are so blessed in getting this opportunity to calling upon the Prime Minister of India to unveil the sculpture and to inaugurate the prestigious institution of legal studies here in this campus along with the beautiful and proud Sankar Stupam. With heart full of gratitude and tribute to the great visionary Sri R. Sankar, let me assign the task allotted me of welcoming the most dignified guests on and off the dais. On behalf of the great gathering, with gratitude, reverence and love, we welcome the Honorable Prime Minister of India, Sri Narendra Modi ji, to the great function. We were blessed with the presence of Kerala's eminent personalities from the religious, social, political and cultural segment to share the dais and the venue. I, with immense humbleness and respect, welcome you all to this great function. ഇതുകൂടാതെ ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ യൂണിയൻ്റെയും അതുപോലെ സഹായകത്തിൻ്റെയും നേതാക്കന്മാരും അതിനോടൊപ്പം വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും നമ്മുടെ സഹോദര സംഘടനകളിലുള്ള മുഴുവൻ നേതാക്കന്മാരെയും അതിൻ്റെ പ്രവർത്തകരെയും ഒരിക്കൽ കൂടെ ഇവിടേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് SNDP യോഗം. Thank you, sir. Next, I invite our respected Secretary, Sri Narayana Trust, Sri Vellapalli Nadeshan, to the much-awaited speech. സംബോധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി അവരുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, പത്രദൃശ്യ മാധ്യമങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ക്ഷണം സ്വീകരിച്ച് വളരെ നാളുകളായി ആർ ശങ്കറിന്റെ പ്രതിമ അനാവരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ നടത്തണമെന്ന നമ്മുടെ ദൃഢമായ ആഗ്രഹം ഇന്ന് പൂവണിയുകയാണ്. അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യമായി കേരളത്തിൽ വരികയും വരുന്ന സമയം ഇത് ചെയ്യാമെന്ന് ഏൽക്കുകയും അതിനുള്ള വലിയ മനസ്സ് കാണിച്ച് ഇവിടെ എത്തുകയും ചെയ്ത നരേന്ദ്രമോദിജിയെ SNDP യോഗത്തിന് വേണ്ടിയും SN ട്രസ്റ്റിന് വേണ്ടിയും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുവിൻ്റെ ദർശനം പ്രായോഗിക തലത്തിൽ വരുത്തിയ മഹാനാണ് ആർ ശങ്കർ. ഏതാണ്ട് 1 ഡസൻ മേൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി SN ട്രസ്റ്റിൻ്റെ പേരിൽ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. സ്ഥാപിച്ച നമ്മുടെ മുമ്പിൽ കാണുന്ന SN കോളേജ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുള്ളത് ഗ്രാമാന്തരങ്ങളിലാണ്. ഇവിടുത്തെ പാവങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ,
അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട അവശലക്ഷങ്ങൾക്ക് പഠിക്കുവാൻ ഗ്രാമാന്തങ്ങളിൽ അവസരമൊരുക്കി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള ദീർഘദൃഷ്ടിയോടുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രതിമ അനാവരണം നടത്തുക എന്ന നമ്മുടെ ആഗ്രഹം ഇന്ന് പൂവണിയാൻ പോവുകയാണ്. അതോടൊപ്പം ഈ സമ്മേളനത്തെ സംബന്ധിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് എനിക്കൊരു വിനയമായ ഒരപേക്ഷ, അഭ്യർത്ഥന, അല്ലെങ്കിൽ ഒരു നിവേദനം എന്ന് തന്നെ പറയാം ഉണ്ട്. അത് അദ്ദേഹം സവിനയം കേട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകുവാൻ ഇന്ത്യയുടെ പരമോന്നത പീഠത്തിൽ നിന്ന് ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും കേരളീയരോട് ആവശ്യപ്പെട്ട ഗുരുദേവൻ ജാതിമത വ്യത്യാസങ്ങൾ അതീതമായി ഒരു ജനത ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പുണ്യസ്തോകമാണ്. അടുത്തത്, പ്രതിവർഷം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനത്തിനായി എത്തുന്ന പുണ്യ സങ്കേതമാണ് ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിനും ശബരിമല തീർത്ഥാടകരുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും യാത്രാക്ലേശം പരിഹരിക്കുവാൻ ശബരി റെയിൽവേ ലൈൻ വളരെ വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും അപേക്ഷിക്കുന്നു. ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശബരി റെയിൽവേ ലൈൻ സമ്മർദ്ദ തന്ത്രങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും ഉപയോഗിച്ച് വൈകിപ്പിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ശബരി റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകുവാൻ കഴിയൂ എന്ന വസ്തുത അങ്ങനെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, കേരളീയർ സാമ്പത്തികമായി അസമത്വം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മയും കേരളത്തിലെ പിന്നോക്ക സമുദായ അംഗങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ വിജയകരമായി നടന്നു വരുന്ന മൈക്രോ ഫൈനാൻസ് പദ്ധതി വിപുലീകരിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം പ്രത്യേക പാക്കേജായി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്കും നൽകുക. ന്യൂനപക്ഷ സംസ്ഥാന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച് അവരുടെ വരുമാനത്തിൻ്റെയും ജീവിത നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം ആനുകൂല്യം നൽകുക. നിലവിലുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്താതെ സംവരണാനുകൂല്യങ്ങൾ ലഭിക്കാത്ത മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് കൂടി സംവരണം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഭരണഘടനാ ഭേദഗതികൾ വരുത്തുക. ഇന്ത്യൻ റെയിൽവേ കേരളത്തിനോട് കാണിച്ചു വരുന്ന അവഗണന അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളെ പ്രാധാന്യം വെട്ടിച്ചുരുക്കാൻ തമിഴ്നാട് ലോബി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാൻ അങ്ങ് ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജനസാന്ദ്രതയുള്ള സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിലെ ദേശീയപാതയുടെ വികസനത്തിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുവദിക്കാൻ കഴിയുന്ന ഇളവുകൾ അനുവദിച്ച് ദേശീയപാതാ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുക. അടുത്തത്, കേരളത്തിലെ നിബിഡ വനങ്ങളുടെ വിസ്തൃതി ആശങ്കാജനകമായി കുറയുന്നതായിട്ടാണ് അടുത്ത സമയത്ത് നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട വനഭൂമി തിരിച്ചെടുക്കുന്നതിനും നിലവിലുള്ള വന സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നിയമ നടപടികൾ സത്വരമായി കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതൊന്നുകൂടി തിരിയാണ്. വിഴിഞ്ഞം തുറമുഖ വികസനത്തോടനുബന്ധിച്ച് കൊല്ലം, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, ബേപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങളുടെ വികസനത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കുക. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തി യാത്രാ കപ്പലുകളുടെ സർവീസ് ആരംഭിക്കുക.
ഈ നിവേദനം കൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടും അവതരിപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ ഈ ജനസഞ്ചയത്തിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില അസൗകര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയെക്കാളും കവിഞ്ഞ് ഇവിടെ ആളുകൾ എത്തിയപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാനൊക്കാത്ത രീതിയിലുള്ള സംവിധാനം ചെയ്യാൻ ഒക്കാത്ത പോയതിൽ ഞങ്ങളോട് നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. For your valuable talk. Now coming to the most important part of the ceremony, I invite Honorable Prime Minister Shri Narendra Modi to unveil the statue of R. Shankar, former Chief Minister of Kerala. And I also request Sir to address the gathering. डॉक्टर M.N. सोमन जी, श्री तुषार वेलापल्ली जी, डॉक्टर शशि कुमार जी, बी मुरलीधरन जी और विशाल संख्या में पधारे हुए सभी वरिष्ठ भाई और बहनों, വേദിയിലിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, ഡോക്ടർ M.N. സോമൻ അവർകൾ, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, ഡോക്ടർ ശശികുമാർ അവർകൾ, അതോടൊപ്പം ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, सामान्यतः राजनेताओं के मृत्यु के बाद 1 या 2 साल में उनका अंतिम मृत्यु हो जाता है, लोग भूल जाते हैं। कुछ राजनेता तो ऐसे होते हैं कि लोगों की नजरों में जीते जी भी मर जाते हैं, लेकिन बहुत कम लोग होते हैं जो मृत्यु के इतने सालों बाद भी जिंदा रहते हैं। സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാര് അവരുടെ ദേഹാവസാനത്തിന് ശേഷം 1-2 വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ആത്യന്തികമായ മരണം സംഭവിക്കാറുണ്ട്. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ മരണം സംഭവിക്കാറുണ്ട്. അവരെ ശരീരത്തിൽ മാത്രമേ ജീവിച്ചിരിക്കാറുള്ളൂ. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അവരുടെ ദേഹാവസാനത്തിന് ശേഷവും അവർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നവരായിട്ട് നിലനിൽക്കാറുള്ളൂ. श्रीमान R. शंकर जी ने ऐसे कैसे महान काम किए होंगे कि आज भी वो केरल के जन जन के हृदय में जीवित है। पार्लियामेंट चले या न चले, लेकिन सत्र चलता है, और जब सत्र चल रहा है तो हमारे हाथ बंधे हुए हैं कि हम बाहर संसद के सत्र के समय बाहर किसी चीज की घोषणा नहीं कर सकते हैं। और इसलिए उत्तम बातें नटेशन जी ने बताई है, उसके बावजूद भी मैं आज संसद के सत्र को ध्यान में रखते हुए एक भी चीज की घोषणा नहीं कर पाऊंगा। ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഇവിടെ വളരെ പ്രാധാന്യമേറിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. देश की जनता ने घर भेज दिया, पराजित कर दिया, उन लोगों ने तय किया है हम तो बर्बाद हुए लेकिन तुम्हें भी बर्बाद करके छोड़ेंगे, हम संसद को चलने नहीं देंगे, देश का जो होगा होगा, हमको पराजित किया है, तब देख लो हम कैसा करते हैं। लोकतंत्र का कैसा मजाक बना के रख दिया गया है। കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില ആളുകളെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവര് ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഏതായാലും നശിച്ചു,
അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ നാടിന് എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങളോ നശിച്ചു, ഈ നാടിനെയും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ആളുകളുണ്ട്. പാർലമെന്റ് സമ്മേളനം നടന്നാലും നടന്നില്ലെങ്കിലും ശരി, ഈ നാടിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും ശരി, ഈ ഒരു മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ചില ആളുകൾ ഈ നാടിന്റെ ജനാധിപത്യം ഏതവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. अभी हमारे राष्ट्रपति प्रणब मुखर्जी साहब कोलकाता गए थे। परसों वहां उन्होंने एक भाषण दिया। कभी कभी कुछ लोगों को कुछ बातें राष्ट्रपति जी की इतनी पसंद आती हैं कि हफ्ते भर चलाते रहते हैं, दिखाते रहते हैं, सुनाते रहते हैं। हमारे कांग्रेस के मित्र भी उसको बार बार कोट करते हैं। लेकिन अभी परसों उन्होंने जो कहा, इसकी कोई चर्चा करने को तैयार नहीं है, ऐसे ही जैसे सुना ही नहीं है, ऐसा कर दिया। മിനിയാന്ന് ആദരണീയനായിട്ടുള്ള രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജി അവർകൾ കൽക്കത്തയിൽ പോയിരുന്നു. അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രപതി പറയുന്ന ചില കാര്യങ്ങൾ ആഴ്ചകളോളം കേൾപ്പിക്കുന്ന ആളുകളുണ്ട്, കാണിക്കുന്ന ആളുകളുണ്ട്. കോൺഗ്രസിന്റെ ചില നേതാക്കന്മാര് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉദ്ധരിച്ച് നിരന്തരമായിട്ട് പ്രചരണം നടത്താറുണ്ട്. പക്ഷേ മിനിയാന്ന് അദ്ദേഹം കൽക്കത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അവരൊന്നും അത് കേട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് അവരിപ്പോ പെരുമാറുന്നത്. राष्ट्रपति जी ने संसद का वर्णन करते हुए 3D बताया। 3D उन्होंने कहा संसद मतलब 3D, डिबेट, डिसेंट एंड डिसीजन। അദ്ദേഹം പാർലമെന്ററി സംവിധാനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു 3D ആണ്. 3D ഉൾപ്പെടുന്നതാണ് പാർലമെന്ററി പ്രവർത്തനം. ഒന്ന് ഡിബേറ്റ്, അതായത് ചർച്ചകൾ. 2 ഡിസെന്റ്, അതായത് വിയോജിപ്പിനുള്ള അവസരം. ഡിബേറ്റ്, ഡിസെന്റ് ഓർ ഡിസിഷൻ. 3ാമത് ഡിസിഷൻ, അതായത് തീരുമാനം. ചർച്ചകൾക്കും വിയോജനത്തിനും അതോടൊപ്പം തീരുമാനത്തിനുമുള്ള വേദിയാണ് പാർലമെന്റ് എന്നുള്ളതാണ് ശ്രീ പ്രണബ് മുഖർജി അവർകൾ മിനിയാന്ന് കൽക്കട്ടയിൽ പറഞ്ഞു. उन्होंने तो 3D को खा गए और एक ही डी उनको पसंद आ रहा है। वो एक ही डी पर चलना चाहते हैं। जो डी राष्ट्रपति जी ने बताए उस डी में उनका इंटरेस्ट नहीं है। उनका तो डी है डिस्टर्ब, उनका डी है डिस्ट्रक्ट, उनका डी है डिमोलिश, उनका यही डी है। രാഷ്ട്രപതി പറഞ്ഞ 3Dക്ക് പകരം ആ 3D അവർ വിഴുങ്ങിക്കളഞ്ഞു. പകരം അവർ പുതിയ 3D കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്ന് ഡിസ്റപ്റ്റ്, തടസ്സപ്പെടുത്തുക. 2 ഡിസ്ട്രോയ്, നശിപ്പിക്കുക. 3 ഡിമോളിഷ്, ഇല്ലാതാക്കുക. ഈ 3Dകളാണ് ഇപ്പോ ഈ ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. हमारा तो रास्ता है, राष्ट्रपति जी ने 3D बताए, वो डी हमारे सर आंखों पर, और हमारा चौथा डी है डेवलपमेंट। രാഷ്ട്രപതി പറഞ്ഞ 3D, ആ 3D ആണ് നമ്മളെ സംബന്ധിച്ചോളം മാർഗം, നമ്മളെ സംബന്ധിച്ചോളം മുന്നോട്ടുള്ള യാത്രയുടെ പഥം. അതോടൊപ്പം മറ്റൊരു ഡി കൂടി, ഡെവലപ്മെന്റ്, അതായത് വികസനം. അതാണ് നമ്മുടെ മുദ്രാവാക്യം. मैं आज आर शंकर जी की प्रतिमा के सामने खड़ा हूं। उन्होंने जिस महान कार्य को चालू किया है उसको पूरा करने के लिए हम भरपूर प्रयास करेंगे। ഇന്ന് ആർ ശങ്കർ അവർകളുടെ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, അദ്ദേഹം ഏതൊരു സ്വപ്നമാണ് കണ്ടിരുന്നത്, അദ്ദേഹം ഏതൊരു ആശയമാണോ മുന്നോട്ട് വെച്ചിരുന്നത്, ആ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. केरल की विकास यात्रा के लिए दिल्ली सरकार को जो भी करना पड़ेगा, कभी दिल्ली सरकार पीछे नहीं हटेगी। 2 कदम आगे चल करके भी केरल को नई ऊंचाइयों पर ले जाएगी, ये मैं आपको विश्वास दिलाता हूं। കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അതിനു വേണ്ടിയിട്ട്
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഉപേക്ഷയും ഉണ്ടാകില്ല. 2 അടി മുന്നോട്ട് പോയിക്കൊണ്ട് വേണ്ടി വന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനം സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. मैं फिर से एक बार एसएनडीपी का, नटेशन जी का, उनके सभी साथियों का और आप सबका भी हृदय से धन्यवाद करता हूं कि इतनी बड़ी संख्या में आकर के आप सबने आज आर शंकर जी को गौरव किया है, अभिनंदन किया है और मुझे भी नमन करने का अवसर दिया है. बहुत बहुत धन्यवाद. ഒരിക്കൽ കൂടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, SNDP-യുടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത്രയും വലിയ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ച് വന്നുകൊണ്ട് ആർ ശങ്കർ അവർക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ആദരവ് പ്രകടിപ്പിക്കാൻ എനിക്ക് ഒരവസരം തന്ന ഈ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. हम आपकी अमूल्य उपस्थिति और उत्साहित शब्दों के लिए आपका हार्दिक धन्यवाद करते हैं. हम आपकी कर्मता का सम्मान करते हैं एवं उन्नत भारत का कामना करते हैं. Thank you, Shri V. Muralidharan sir, for your kind support. May I now invite Dr. M.N. Soman, respected Chairman of Sri Narayana Trust, to present a memento to the Honorable Prime Minister. Thank you, sir. Next, I invite Professor K. Shashikumar, Chairman, Statue Installation Committee, and former Principal, Sri Narayana College, Kollam, to deliver the vote of thanks. Honorable Prime Minister of India, Sri Narendra Damodar Modi ji, Sri Vellappally Nadeshan, and other dignitaries on the dais, esteemed government officials of the center as well as state, leaders of political parties, and the mammoth gathering of ladies and gentlemen. This is a historic moment of a wish, an ardent wish being fulfilled. The organizers fervently wanted a statue of Sri Shankar to be installed on the campus of Sri Narayana College, Kollam, and unveiled by the dynamic Prime Minister of India, Sri Narendra Damodar Modi. Our Prime Minister's vision to transform India to the forefront of the world nations through his projects like Make in India, digitalization, Swachh Bharat, study in India, etc. with the help of the latest technologies and funding from overseas will help the country in its march to the forefront of the world nations. Sri Shankar was instrumental in transforming the marginalized and deprived sections of society by empowering them, especially the village folk. Through his efforts, by establishing institutions of higher learning in villages as well. വിവാദങ്ങൾക്കിടെ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം SN കോളേജ് ഗ്രൗണ്ടിൽ നിർവഹിച്ചു. രാജ്കുമാർ കൊല്ലത്തു നിന്നും. രാജ്കുമാർ, അനാച്ഛാദന ചടങ്ങ് ഏതു തരത്തിലായിരുന്നു? സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇതിൽ പ്രധാനമായും ഇന്ന് മോഹൻ ശങ്കർ പങ്കുവെച്ച ആശങ്കയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, ആർ ശങ്കർ മുമ്പ് ഹിന്ദു മണ്ഡല രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജനസംഘത്തിന്റെ നേതാവ് കൂടിയായിരുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇത് രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് ആ ശർമ്മയ്ക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോ ആ നിലയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർ ശങ്കറിന് സംഘപരിവാർ സംഘടനകളുമായി മുമ്പേ ബന്ധമുണ്ടായിരുന്നു എന്ന് അടിവരയിട്ട് പറയുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. മാത്രമല്ല, ഇതിൽ അദ്ദേഹം പറഞ്ഞത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ
ആ ആനുകൂല്യങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിനും നൽകണം. അതേസമയം സച്ചാർ കമ്മിറ്റി നിർദ്ദേശപ്രകാരം കൊടുക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്കാണോ നൽകുന്നതെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഈ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ മുഴുവനും സംഘപരിവാർ അജണ്ടയുമായി ബന്ധപ്പെട്ട ഒരു യോഗമായി ഇന്ന് ഇത് മാറുകയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനും ഇതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഇത് ശരിവെക്കുന്നത് തന്നെയായിരുന്നു മോദിയുടെയും പ്രധാനമന്ത്രി മോദിയുടെയും പ്രസംഗം. ആർ ശങ്കറിനെ ആദ്യം അദ്ദേഹം ആർ ശങ്കറിന്റെ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോയി ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ഒരു സ്ഥാപക നേതാവ് കൂടിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ജനസംഘം എന്നുള്ള ആ സംഘടനയുടെ നേതാവിനെ അദ്ദേഹം അക്കാലത്ത് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ ജനസംഘമാണ് ഇന്നത്തെ BJP, അതാരും മറക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ പിന്നോക്ക സമുദായത്തിന്റെ വേദനകളും പ്രശ്നങ്ങളും നന്നായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് താനെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നു കൊല്ലത്ത്.